വിശ്വസിക്കാനായിട്ട് അത്ര താല്പര്യം തോന്നില്ലെന്നേ. ഒരു കള്ളത്തരവും പറയാത്ത ആളാണ് അനുമോള്. കുക്കിംഗ് അറിയത്തില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ പറഞ്ഞ അനുമോളുടെ കുക്കിംഗ് വീഡിയോസിന്റെ ചാകരിപ്പ് വരുന്നുണ്ട്. പിന്നെ വീട്ടില് എനിക്ക് 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 എത്ര കടബാധം എന്നറിയാവോ, എനിക്ക് എന്റെ വീടിന്റെ അവസ്ഥ എന്താണെന്നറിയാവോ. മറ്റേ ഏഷ്യാനെറ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ട് അനുമോളുടെ വൺ ടൈം ലൈൻ ടു ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അതായത് സ്പാൻ ഓഫ് സെക്കൻഡിൽ അനുമോൾ ഇമോഷൻസ് മാറ്റി ഒരു മാസം നേരെ കരച്ചിലായിട്ട് പോകുന്ന അനുമോളുണ്ട്. വീട്ടിലെ ജോലിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. കുക്കിംഗ് വീട്ടിൽ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ അനുമോൾ പണ്ട് ചെയ്ത കുക്കിംഗ് വീഡിയോസ് എല്ലാം എത്രയോ റീലുകൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അനുമോളുടെ വീട്ടുകാരുടെ കാര്യം, അനുമോളുടെ ഒരു നല്ല 19 ലക്ഷത്തിന്റെ വിലയുള്ള മിനിമം വീട് അവിടെ ഉണ്ട്, കാറൊക്കെ അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അനുമോളുടെ വീട്ടുകാരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുടുംബ വീട്ടിൽ പോയിരുന്നു, മുത്തിന് വയ്യ, സർജറി ചെയ്യാൻ പോലും കാശില്ല. ഇതിനെപ്പറ്റിയൊക്കെ എന്ത് പറയാനാണ് നാട്ടക്കേസ്. ഓക്കെ, അപ്പോ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ എടുക്കുന്നില്ല. എനിക്ക് അത് പറ്റൂല. കാരണം ഒരുപാട് കള്ളത്തരങ്ങൾ അവർ തുരുതുരാ കാണിച്ചിട്ടുണ്ട്. ആ കള്ളത്തരങ്ങൾ PR-ന്റെ കാര്യത്തിലൊക്കെ ഒട്ടുമേ കള്ളത്തരം പറഞ്ഞിട്ടേ ഇല്ല. അപ്പോ കള്ളത്തരം പറയുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി പറ്റൂല. അത് എന്തോ എനിക്ക് വർക്കാവുന്നില്ല. ഇനി അനുമോൾ ആദ്യം ഞാൻ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലക്ഷ്മി ആയിട്ടൊരു സൈബർ അറ്റാക്കിന്റെ കാര്യം സംസാരിച്ച് വെക്കുന്നുണ്ട്. ഈ സൈബർ അറ്റാക്കിനെ പറ്റി അനുമോൾ പറയുന്നത് അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളതാണ്. സ്വന്തമായിട്ട് വരുമ്പോഴത്തേക്കും അതിൽ സ്വാഭാവികമാണെന്ന് കരുതിക്കൊള്ളുക. കാരണം സൈബർ അറ്റാക്ക് അനുമോൾ കാരണം ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അത് തിരിച്ച് കിട്ടേണ്ടത് തന്നെയാണ്. അത് കിട്ടണം, തിരിച്ച് കിട്ടണം.